Good evening, everybody. നമ്മളുടെ CTC അശോക് സാറിന്റെ സെഷൻ കഴിയുമ്പോഴേ ജഗതി ശ്രീകുമാറിന്റെ സിനിമ കണ്ടുപോലത്തെ നല്ല കഴിവ് കൊടുക്കാം. ഇതേപോലെ സരസ സംഭാഷണം നടത്തുന്നുള്ള ആൾക്കാരൊന്ന് കൈവക്കാം ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഈ സരസ സംഭാഷണം മാത്രം നടത്തിയാൽ ആൾക്കാർ കൈയിടില്ല, അതോടുകൂടി പൈസയാണ് വാങ്ങിക്കണം. അപ്പൊ സരസ സംഭാഷണത്തോടുകൂടി സീലിംഗ് അച്ചീവറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യമായി ഈ പ്രോഗ്രാം കാണാൻ എത്തിയ ആൾക്കാരൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ടൈം ഓക്കെ. I think Mileage Global Family ഒരു ശക്തമായ കൈയോടെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രീ പ്രൈസ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ വെൽക്കം ചെയ്യുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഓൾ അബൌട്ട്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി? ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബാക്കി പല ആൾക്കാരുടെയും വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥലത്ത് സമയത്ത് വിശ്വാസം ഉണ്ടാക്കി മുന്നേറുന്ന ഒരു കൂട്ടം ആൾക്കാരെ അതിശക്തമായ വിജയത്തിന്റെ പടയാണ് മൈലേജ് ഗ്ലോബൽ. വെൽക്കം ടു മൈലേജ് ഗ്ലോബൽ. എന്റെ പേര് വിനോദ്. കഴിഞ്ഞ ഒരു 6-7 വർഷമാണ് ഈ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയി ചെയ്തു. Now why I started? ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഞാൻ I was building my own career in ദുബായിലെ ഒരു വലിയ സീരിയസ് ആയ ഒരു കോർപ്പറേറ്റ് സീരിയസ് ആയ ഒരു പോസ്റ്റിൽ നിന്നുകൊണ്ട്, സീരിയസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയാണ്, കുറച്ചുകൂടെ സീരിയസ് എന്ന് പറഞ്ഞു ആ ലെവലിൽ ഇരുന്നുകൊണ്ട് ആക്ച്വലി ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. വളരെ പാർട്ട് ടൈം ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ദുബൈയിൽ. എനിക്കറിയില്ല ദുബൈയിൽ എങ്ങനെ ചെയ്യുന്ന അറിയില്ല, പക്ഷെ ദുബൈയിൽ വെച്ച് ഈ ഓപ്പർച്യൂണിറ്റി കണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ചെയ്ത് ഇന്ത്യയിൽ വെച്ചാണ്. I really thank my sponsor Mubin Mohammed sir, my sponsor Crown Diamond of India. After 6 years, 6 വർഷത്തിന് ശേഷം 5.5 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വീണ്ടും തിരിച്ചു പോയി. ലാസ്റ്റ് വീക്ക് ഞാൻ പ്ലാൻ കണ്ട സ്ഥലം മാത്രം കാണാൻ സാധിച്ചില്ല, കാരണം ഞാൻ മുബീൻ സാർ ഒരുമിച്ച് ദുബൈയിലുണ്ടായിരുന്നു. ഈ ഓപ്പർച്യൂണിറ്റി അന്ന് 6.5 വർഷം മുമ്പ് ഞാൻ ദുബായ് വിടുന്ന സമയത്ത് എന്റെ വരുമാനം 0 ആയിരുന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 6.5 വർഷത്തിന് ശേഷം 3-3.5 കോടി രൂപ വരുമാനം വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. താങ്ക്സ് ടു മൈലേജ് ഗ്ലോബൽ. അപ്പോ ഞാൻ സംസാരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ അന്ന് ഞാൻ ഉള്ള സമയത്ത് എന്നെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന ശമ്പളമുള്ള വ്യക്തി മാത്രമായിരുന്നു. സാലറിയിൽ വർക്ക് ചെയ്യുന്നു. സാലറി ആണ് എന്റെ ലൈഫിലെ മേജറായ വരുമാനത്തിന്റെ ഉപാധി. മക്കളെയും അല്ലെങ്കിൽ വൈഫിനെയും കൂട്ടി അങ്ങോട്ട് സെറ്റിൽ ആവണം എന്ന് തീരുമാനിച്ച സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി വളരെ ഭാഗ്യവശാൽ കണ്ടത്. വാട്ട് ഇൻസ്പയർഡ് മീ, എന്താണ് എന്നെ ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലത്തെ ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഒരു ചെറിയ അറിവുണ്ടായിരുന്നു. ആൻഡ് മോർ അറിവുണ്ടാക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ സീരിയസ് ആയി ഇൻവോൾവ് ചെയ്തിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് മൈലേജ് ഗ്ലോബൽ? ഞാൻ കഴിഞ്ഞ ഒരു 20 years ആയി ഡയറക്ട് സെല്ലിംഗിൽ കാണുകയും കേൾക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്ത കോർപ്പറേറ്റ് ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. വിദ്യാഭ്യാസമായി പറയുകയാണെങ്കിൽ ആണ് MBA. I work for big corporate like Johnson, like Novo. ഇവിടെയൊക്കെ എന്റെ ജോലിയുടെ എന്താ പറയുക കമ്പനികളെ കുറിച്ച് പഠിക്കുക, അനലൈസ് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. സോ അതുകൊണ്ട് മൈലേജ് ഗ്ലോബൽ എന്ന കമ്പനിയെ കുറിച്ച് അനലൈസ് ചെയ്യാൻ അധികം താമസമല്ല. ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചത് whether it is good for the nation, നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ എന്നാണ് ഏത് ബിസിനസ് അനാലിസിനും ഫസ്റ്റ് പറയുന്നത്. whether it is good for the future, അതായത് ഈ രാജ്യത്ത് ഉണ്ടാകുമോ, മൈലേജ് ഗ്ലോബൽ ഇവിടെ ഉണ്ടാകുമോ എന്ന് അറിയാനുള്ള ഫസ്റ്റ് സാധനം മൈലേജ് ഗ്ലോബൽ എന്നുള്ള കമ്പനി ഇന്ത്യയിൽ നല്ലതാണോ. കഴിഞ്ഞ 10 വർഷത്തെ ചെറിയ അനാലിസിസ് പറയാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് 1500-2000 കോടി രൂപയിലേക്ക് വാർഷിക വരുമാനത്തിൽ കുതിക്കുന്ന ഈ കമ്പനിയുടെ കാര്യം നാം പറയുകയാണെങ്കിൽ ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഹെൽത്ത് ബ്രാൻഡായ എലമെന്റ്സിന്റെ ഫൗണ്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഹെൽത്ത് ബിൽഡേഴ്സ് ആണ്. സാർ പറഞ്ഞു നമ്മളെല്ലാം ഫ്യൂച്ചറിലെ ഡോക്ടേഴ്സ് ആണ്. ഞാൻ ഒരു കടമ്പാടൊക്കെ നോക്കും. അതിലുപരി നമ്മളെല്ലാം മൈലേജ് ഗ്ലോബലിന്റെ ആൾക്കാരും എലമെന്റ്സിന്റെ പ്രൊമോട്ടും ഫ്യൂച്ചറിലെ ഇന്ത്യയുടെ ഹെൽത്ത് ആർക്കിടെക്റ്റുകളാണ്, ആരോഗ്യത്തിന്റെ ആർക്കിടെക്റ്റാണ്. എങ്ങനെ ആരോഗ്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന, പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സോ ഈ ഓപ്പർച്യൂണിറ്റി സാധ്യത ഉണ്ടോ ഇന്ത്യയിൽ? ഇന്ത്യയിൽ സാധ്യത ഉണ്ടല്ലോ, ഇന്ത്യക്കാരനായി എനിക്ക് സാധ്യത ഉണ്ടാവുള്ളൂ അല്ലെ. കഴിഞ്ഞ ഒരു 6.5 വർഷമായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി വഴി ഉണ്ടാക്കുന്ന ഒരു വാർഷിക വരുമാനത്തിന്റെ അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ കമ്പനിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ ITC അഡ്വൈസറി കമ്മിറ്റി പാർട്ടായിട്ട് കുറച്ച് ക്ലോസ് ആയി കമ്പനി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഈ കമ്പനിയുടെ ഫൗണ്ടിങ് ഫാമിൽ കിട്ടിയ വിവരം അനുസരിച്ച് ഓൾമോസ്റ്റ് 70% വരുമാനം
അതായത് ഈ കമ്പനിയുടെ മൊത്തം ഏകദേശ വരുമാനത്തിന് 65-70% തുക ഇന്ത്യയിലെ സാധാരണ ജനങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 1 വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ കമ്പനിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. അതിൽ വരുമാനം കിട്ടി തുടങ്ങിയ ആൾക്കാർ ആരൊക്കെയാണ്? Can I see some hands? പുതിയ ആൾക്കാർ ഉൾപ്പെടെ അറിയാൻ വേണ്ടിയാണ്. ഈ കമ്പനിയിൽ നിന്ന് ഒരു ചെക്കെങ്കിലും ആഴ്ചയിൽ കിട്ടിയ ആൾക്കാരെല്ലാം കേൾക്കുക. There are hundreds of people. ഇന്ന് കേരളത്തിൽ ഓൾമോസ്റ്റ് 1.5 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടതിൽ 10,000 ആൾക്കാരാണ് വീക്കിലി വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നത്. സോ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ കമ്പനി ഓർ കൺട്രി, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി ഒരു കൺസ്യൂമർ കമ്പനിയാണ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാരിലേക്ക് ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. നിങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിക്കാരനായി വർക്ക് ചെയ്യാം. ഐ വാസ് എ കമ്പനി എംപ്ലോയി. ഞാൻ ഒരു കമ്പനി എംപ്ലോയി ആയിരുന്നു, പ്രൈവറ്റ് കമ്പനി എംപ്ലോയി ആയിരുന്നു. എന്താണ് അതും തമ്മിൽ വ്യത്യാസം? സിമ്പിൾ ആണ്. ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോൺട്രാക്ട് ആണ്. ഏത് സമയത്തും ടെർമിനേറ്റ് ചെയ്താൽ പിരിച്ചുവിടുന്ന ഒരു കോൺട്രാക്ട് മാത്രമാണ് എംപ്ലോയ്മെന്റ്. അതേസമയം ഈ കമ്പനി ഇല്ലീഗലായ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അടുത്ത 3 ജനറേഷനിലേക്ക് വരുമാനം കിട്ടുന്ന നമ്പർ 1 ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ എൻജോയ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറാണ് നിങ്ങൾ. അതാണ് മൈലേസിയ ഗ്ലോബൽ എന്ന കമ്പനിയും ഒരു ജോലിയും തമ്മിലുള്ള വ്യത്യാസം. സോ ഈ ഓപ്പർച്യൂണിറ്റി അമേസിംഗ് ആയിട്ടുള്ള തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യും, എന്റെ ലൈഫിൽ വർക്ക് ചെയ്യുന്നു. Now what kind of income this opportunity gives you? എന്താണ്? എല്ലാ ജോലി ചെയ്താലും വരുമാനം കിട്ടും അല്ലേ? ഏത് കച്ചവടം ചെയ്താലും കമ്മീഷനോ ആരെങ്കിലും എന്താ പറയാ ബിസിനസ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയല്ലോ. മൈഗ്രേഷന് മാത്രമാണോ വരുമാനോ? ഇഷ്ടം പോലെ ജോലി വരുമാനം ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ബിസിനസ് വരുമാനം ഉണ്ടാക്കാം. സോ എന്താണ് മൈലേസിയ ഗ്ലോബലിന്റെ വരുമാനത്തിന്റെ പ്രത്യേകത? 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ ആൾക്കാർ വിദ്യാഭ്യാസമോ എക്സ്പീരിയൻസോ പ്രശ്നമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, ജിയോ പൊളിറ്റിക്കൽ ഇൻഡിഫറൻസ് ഇല്ലാതെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏത് സ്റ്റേറ്റിലും ഒരേപോലെ സ്ഥിരമായ പാസീവിംഗ് ഉണ്ടാക്കുന്ന നമ്പർ 1 ഓപ്പർച്യൂണിറ്റിയാണ് മൈലേസിയ ഗ്ലോബൽ. ബാക്കി ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾ ജോലി ചെയ്താൽ പൈസ കിട്ടും. ജോലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ദുബൈയിലായിരുന്നു കഴിഞ്ഞ 7 വർഷം പോലെ. പക്ഷേ വലിയ കോർപ്പറേറ്റിൽ നല്ല ശമ്പളം കിട്ടുന്ന വ്യക്തിയാണ്. ഈ 5-6 ശമ്പളം കിട്ടുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എന്റെ വരുമാനത്തിലാണ് ആ ജോലിയിൽ 0. ഞാൻ വീണ്ടും എന്റെ കൊളീഗ്സിനെ കാണാൻ ഞാൻ അവിടെ പോയിരുന്നു. എന്റെ അവരിൽ 80% ആൾക്കാർ ജോലി വിട്ടുപോയി, 20% ആൾക്കാർ അവിടെ ഉണ്ട്. അതേസമയം ആക്ച്വലി ഞാൻ എന്റെ സുഹൃത്തുക്കളിൽ പല ആൾക്കാരെ ഒരു ചായ കുടിക്കാൻ വിളിച്ച സമയത്ത് അവർക്ക് 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. കാരണം 1/2 മണിക്കൂർ ലേറ്റ് ആയാൽ ദുബൈയിൽ ഹാഫ് കട്ട് ആകും. 15 മിനിറ്റ് 1/2 മണിക്കൂർ വെയിറ്റ് ആയാൽ ഫുൾ കട്ട് ആയി പോകും. 1/2 മണിക്കൂർ ലേറ്റ് ആയാൽ ആർക്കും ഇവിടെ ദുബൈ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, ശരിയാണോ സാർ? ഓക്കെ, ശരിയാണോ? സോ ഹാഫ് ഡേ വർക്ക് ചെയ്താൽ ഹാഫ് അവർ മിസ്സായ ഫുൾ കട്ടും 15 മിനിറ്റ് കട്ടായാൽ ഹാഫ് കട്ടും ആകുന്ന രാജ്യത്ത് വർക്ക് ചെയ്യുന്ന അഘോരാത്രം പണിയുന്ന നിരവധി NRIസിൽ ഒരു പാട്ടായിരുന്നു ഞാൻ. ഓക്കെ, ഇന്ന് ആ NRIസിൽ പല ആൾക്കാർ ആക്ച്വലി അവർ പറയും, തമാശക്ക് പറഞ്ഞാണോ, ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്ത് NRIs ആയി മാറി കഴിയുമ്പോൾ അവർ നോൺ റെസിഡന്റ് ഇല്ല, നോൺ റിക്വയർഡ് ഇന്ത്യൻ ആയി മാറും. കാരണം അവരുടെ ഫാമിലിക്ക് പലപ്പോഴും കൊടുക്കാൻ സാധ്യമല്ല. സോ എന്താണ് ആക്ച്വലി ആ NRIയിൽ നിന്ന് മൈലേസിയ ഗ്ലോബലിൽ നിന്ന് NRI മാറും? ഇവിടെ NRI എന്ന് പറഞ്ഞാൽ നാഷണലി റിച്ച് ഇൻഡിവിജ്വൽ. ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു റിച്ച് ഇൻഡിവിജ്വൽ ആയി മാറാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേസിയ ഗ്ലോബലിലെ വരുമാനം. സോ എന്താണ് വരുമാനം? ദിസ് ഈസ് കോൾഡ് സേഫ്റ്റി ഇൻകം ഓർ പാസീവ് ഇൻകം. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി 3 to 5 years, പറഞ്ഞുപോലെ 3 മുതൽ 5 വർഷം സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടീം ബിൽഡ് ചെയ്താണ് നിങ്ങൾക്ക് സ്ഥിര വരുമാനം, ഞങ്ങൾ ഓരോ ആൾക്കാർ വാങ്ങിക്കുന്ന പോലെ സ്ഥിര വരുമാനം, അതിൽ കൂടുതൽ ഗ്രോയിങ് വരുമാനം, എവർ ഗ്രോയിങ് വരുമാനം, മൾട്ടിപ്ലൈ വരുമാനം ഒക്കെ എൻജോയ് ചെയ്യും. ബട്ട് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നിങ്ങൾ ആ തരത്തിലേക്ക് ഓപ്പർച്യൂണിറ്റി കാണണം മാത്രം. സോ ഇതൊരു ജോലിയാണ്, ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സിമ്പിളായ കാര്യമല്ല. ദിസ് എ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ഒരു ജോലിയിലെ ഏറ്റവും വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു ജോലി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നല്ലൊരു ശമ്പളം കിട്ടുന്നു. നിങ്ങളെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, നിങ്ങളെക്കാൾ സ്മാർട്ടായ ഒരാളെ ഉണ്ടാക്കാൻ അവിടെ സാധിക്കുമോ? ഉണ്ടാക്കാൻ സാധിച്ച എന്താ അവസ്ഥ? നിങ്ങൾ IT എഞ്ചിനീയർ ആണ്, നിങ്ങളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള കൊബോളിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളെക്കാൾ സ്മാർട്ടായ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ജോലിയും പോകും, കമ്പ്യൂട്ടറിന്റെ ജോലിയും പോകും, എല്ലാവരും പോകും.
നിങ്ങളെക്കാൾ സ്മാർട്ടായ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചാൽ ജീവിതകാലം മുഴുവൻ വരുമാനം കിട്ടുന്ന മൈലേജ് സോ യു എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രം മനസ്സിലാക്കുക. വാട്ട് ഐ ആം ഡൂയിങ്, ഞാൻ ചെയ്യുന്നത് ഐ ആം ഇൻ സെർച്ച് ഓഫ് ഡ്രീമേഴ്സ്. ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കൺസ്യൂമറായി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഓരോ ആൾക്കാരും മൈലേജ് ഗ്ലോബിന്റെ കൺസ്യൂമറായി സ്റ്റാർട്ട് ചെയ്ത് ഈ ഓപ്പർച്യൂണിറ്റിയിലെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കൺസ്യൂമറായി സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും നമ്പർ 1 ഫ്രൂട്ട് ആയ പാസീവ് ഇൻകം നിങ്ങൾ കിട്ടും. ഞാൻ ആദ്യത്തെ ഇതിനെക്കുറിച്ച് എത്ര ഡീലാണ് പാസീവ് ഇൻകം. ബാക്കി ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിയിൽ ഈ പാസീവ് ഇൻകം ഉണ്ടോ നിങ്ങൾ സെൽഫായി അനലൈസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി.